Hello everyone, welcome back to my YouTube channel. ഇന്ന് ഞങ്ങൾ ഏർക്കാട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസത്തിനാണ് പോകുന്നത്. 1-2 സ്ഥലങ്ങളോ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ ബാക്കി ഫുള്ള് ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനായിട്ടാണ് പ്ലാൻ. സ്റ്റേക്കേഷൻ. ഞങ്ങൾ രാവിലെ ഒരു 5:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബാംഗ്ലൂരിൽ നിന്ന് എവിടെ നമ്മൾ പോകുന്നത്? ബാംഗ്ലൂർ ടു ഏർക്കാട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഏർക്കാട് എത്തിയിരിക്കുകയാണ്. 20ഓളം ഹെയർ പിന്നുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇപ്പം സമയം ഏകദേശം 11-12 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നേരത്തെ വരുവാണെങ്കിൽ ഇത്രയും വെയിൽ കാണില്ല. അതുപോലെ നല്ല കോട മഞ്ഞ് ഇറങ്ങുന്ന ഒരു സമയമൊക്കെ ആകുമ്പോൾ നല്ലൊരു വ്യൂവും കൂടെ കിട്ടും. ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് കിളിയൂർ വാട്ടർഫോളിലേക്കാണ്. ഇന്നിനി ഒരുപാട് യാത്രയൊന്നുമില്ല. നമ്മൾ നേരെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ കിളിയൂർ വാട്ടർഫോൾ. അപ്പം ഞങ്ങൾ സാധാരണ ഈ റോഡ് വഴി കാറും ബൈക്കും ഒക്കെ പോകുന്നത്. പക്ഷേ ഇന്നെന്തോ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കാറുകളൊന്നും കയറ്റി വിടുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. കാറ് മെയിൻ റോഡിൽ ഒതുക്കിയിട്ടിട്ട് അവിടെ നിന്ന് നടക്കുകയാണ്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററിന് മേലെ ഉണ്ട് നടക്കാനായിട്ട്. ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ സമയം എന്തായാലും നമുക്ക് നടക്കാൻ വേണ്ടി എടുക്കും. താഴോട്ട് പോകുന്നത് ഇറക്കമായതുകൊണ്ട് നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പയ്യെ നടന്ന് പോവുകയാണ്. നമ്മൾ പോകുന്നത് വീക്ക് ഡേയ്സിലായതുകൊണ്ടായിരിക്കാം ഇവിടെ അധികം ആളുകളൊന്നും ഇപ്പം ഇല്ല. സാധാരണ ശനി ഞായർ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നല്ല തിരക്ക് കാണണം. ഇന്നിപ്പോൾ ഒരു വ്യാഴാഴ്ചയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ അധികം ആരെയും കാണുന്നില്ല. കുറച്ച് പേരെന്തോ റോഡ് പണി നടക്കുകയല്ലേ, അതുകൊണ്ട് ഇത്ര ദൂരം നടന്ന് പോകേണ്ടതുകൊണ്ട് പലരും ആ ഒരു മെയിൻ റോഡ് വരെ എത്തിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് പേര്, 2-3 പേര് മാത്രമേ ഇങ്ങനെ അവിടെ പോയിട്ട് നടന്ന് തിരിച്ചു വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടുള്ളൂ. ഞങ്ങൾ അങ്ങനെ ആവേശത്തിൽ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അരമണിക്കൂറുണ്ട് ഇവിടുന്ന്. ഇനി ഒരു 25 മിനിറ്റോടുണ്ട്. ഇത്രയും തിരിച്ചു നടക്കണമെന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പോയി നോക്കാം. ഉണ്ണി വയർ കണ്ടിട്ട് ഇങ്ങനെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അവർ കാറ് കയറ്റി വിടില്ല എന്ന് പറഞ്ഞത്. നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. പോയി നോക്കാം. ഗൈസ്, ഞങ്ങളങ്ങനെ നടക്കാനെടുത്ത തീരുമാനം വിജയകരമായി നമ്മൾ മുന്നേറുകയാണ്. വളരെ 1.25 കിലോമീറ്റർ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഇത് ഇറക്കമായതുകൊണ്ട് കുഴപ്പമില്ല, തിരിച്ചു പോകുമ്പോഴാണ് പണി. അങ്ങനെ നമ്മൾ വാട്ടർഫോൾ എത്താറായി. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി ഒരു 500 മീറ്റർ. അതെ അതെ, വേ ടു ഫോൾസ്. അയ്യോ, നമ്മളിവിടെ എത്തിയപ്പം കുറേ ചേട്ടന്മാരൊക്കെ നനഞ്ഞ് കുളിച്ച് കയറി പോകുന്നുണ്ട്. അവർക്ക് കയറാനും വയ്യ ഇറങ്ങാനും വയ്യ ആ അവസ്ഥയാണ്. നമ്മൾ ഇറങ്ങുന്നേ ഉള്ളൂ. നമുക്ക് പോയി നോക്കാം. വി ആർ സ്ട്രോങ്. അതൊക്കെ കാണും. പക്ഷേ നമ്മൾ സ്ട്രോങ് അല്ലേ. 2.5 കിലോമീറ്റർ കയറ്റി എനിക്ക് 2.5 കിലോമീറ്റർ എന്നുള്ളത് നമ്മൾ 2.5 മീറ്റർ ആയിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. എന്നിട്ട് നമ്മളങ്ങ് നടക്കണം. അയ്യോ, പണി കിട്ടിയോ? പിടിച്ചേ, പയ്യെ നടക്കട്ടെ. ഞാൻ അക്ഷരം വീഡിയോ എടുത്തോ. ഇരിക്കാൻ ഇരിപ്പിടമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ക്ഷീണിച്ചാലും വന്നിരിക്കാം. ഓ മൈ ഗോഡ്, കുറേ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ബാക്കി കണ്ടിന്യൂ. ഇതോ കാണിക്കേ. നമ്മളങ്ങനെ ഫോൾസ് എത്തിയിരിക്കുകയാണ് ഗൈസ്. കിളിയൂർ ഫോൾസ്. ഈ ഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2-3 കിലോമീറ്റർ നടന്നു വന്നിരിക്കുന്നത്. 2 കിലോമീറ്ററൊക്കെ നടക്കുന്നത് ഓക്കെയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഈ സ്റ്റെപ്പ് ഭയങ്കരമാണ്. ഇറങ്ങാനുള്ള കുറേ ഉണ്ട്.
കണ്ടില്ല ഇങ്ങനത്തെ സ്റ്റെപ്പുകളോ. അയ്യോ വാ കൊള്ളാം. കുളിപ്പി അവിടെ ഇരിക്കടേ. ആ ഓക്കെ, അടിപൊളി. ഹായ്. ഹലോ. അത്ര അത്രയും നടന്നിട്ട് ഞാൻ തിരിച്ചു നടക്കുകയാണ്. ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞതേ ഉള്ളൂ. ആരെങ്കിലും വരുന്നതെന്നുണ്ടെങ്കിൽ കാറ് കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് വരാൻ നിൽക്കരുത്. ബൈക്കുണ്ടെങ്കിൽ പട്ടിയെ പോലെ അണയ്ക്കാണ്ടിരിക്കും. നല്ല ഇറക്കാണ്. തിരിച്ച് കയറുമ്പോൾ 2.5 കിലോമീറ്റർ ഉള്ള തിരിച്ചു നടക്കാം അല്ലേ? കയറ്റം 2.5 കിലോമീറ്റർ എന്ന് പറയുന്നത് കയറ്റമാണ്. കയറ്റം പിന്നെ നമ്മൾ ഒരു 40 മിനിറ്റ് നമ്മൾ എനർജറ്റി കാണുന്ന വിചാരിച്ച് നടന്നാ അങ്ങ് എത്തും എപ്പോഴേലും. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇട്ടുന്ന ഡ്രസ്സുമായിട്ടാണ് അതിനകത്തിൽ ഇറങ്ങിയത്. ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഡ്രസ്സ് പോലും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ക്ഷീണിച്ച് വരുമ്പോഴാണ് അവിടെ ഒരു കട കണ്ട്, ഒരു ചെറിയ കട. അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് മാഗിയും അതുപോലെ സ്പ്രൈറ്റോ അങ്ങനെ എന്തോ 2 സാധനം മാത്രം വാങ്ങി. എങ്ങനെ നമ്മൾ തിരിച്ചത്രയും നടക്കുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആ കടയിലെ പുള്ളിക്കാരോട് ഞങ്ങൾ ചുമ്മാ ചോദിച്ചു, ഞങ്ങളൊന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ഒന്ന് ഓട്ടോ ഒന്നും പോകില്ല, ആകെ ബൈക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബൈക്കിന് വരാൻ പറ്റുമെങ്കിൽ വന്നു, ഞാൻ അങ്ങോട്ടാണെന്ന് പറഞ്ഞു. പുള്ളിയോട് കൂടെ ഞങ്ങൾ ബൈക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ റിസോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലെത്താറായി. അതാണ് കുതിരയൊക്കെ ഉണ്ട് ഇവിടെ. കുതിര നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. നൈസ് വ്യൂ. ഇനി എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ. ഈ ഹോട്ടലിൻ്റെ പേര് ദ സ്റ്റെർലിംഗ് ഏർക്കാട് എന്നാണ്. ഈ ഹോട്ടൽ കൂടാതെ വേറെ കുറേ റിസോർട്ടുകളും ഹോട്ടലും ഒക്കെ ഏർക്കാട് ഈ ഇതിൻ്റെ പരിസരത്തായിട്ട് കുറേ ഉണ്ട്. ഇനി നമുക്ക് ഹോട്ടലിൽ താമസിക്കാൻ ഇഷ്ടമില്ല, നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ട്രീ ഹൗസ് വേണമെന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷനും ഏർക്കാട്ടിലുണ്ട്. നമുക്ക് MMTയിലോ അഗോഡയിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് കാണാൻ കഴിയും. ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രീ ഹൗസ് ആകെ ഒരെണ്ണേ കണ്ടിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറേ റേറ്റിംഗ് ഉള്ളതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഇനി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഒരു സ്റ്റേക്കേഷനായിട്ട് വരുന്നവർക്ക് ഈ ഹോട്ടൽ നല്ലൊരു ചോയ്സ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാര്യം ഇവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഉണ്ട്, അതുപോലെ നമുക്ക് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നടക്കാനൊക്കെ ആയിട്ടാണെങ്കിലും കുറേ സ്ഥലങ്ങളുണ്ട്. ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പ്ലേ ഏരിയാസ് കുറേ ഉണ്ട്. പിന്നെ ഈ ഹോട്ടലിന് ചുറ്റും തന്നെ നമുക്ക് കാണാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. ഇതുകൂടാതെ മോർണിംഗിൽ ഇവർ ജീപ്പ് സഫാരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് 3 മണിക്കൂറിന് എന്താണ് ജീപ്പ് നമ്മളെ അതിനുള്ള ചുറ്റുമുള്ള സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുക. അതിന് എക്സ്ട്രാ നമ്മൾ ക്യാഷ് കൊടുക്കണം. ഗൈസ്, എനിക്ക് റൂം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് റൂം ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവിടെ നിന്നൊരു ബാൽക്കണി, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ റൂം, ഇവിടെ ഒരു റൂം, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബാൽക്കണി, ബാൽക്കണി. നമ്മൾ വന്ന വഴി കൊണ്ട് ഷെയർപ്പിംഗ് പറയുന്നത് അടിപൊളി ഒരു വീടായിട്ടുണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കിടിലായിരുന്നു. സ്വിമ്മിംഗ് പൂളില്ല, വാലി വ്യൂ മാത്രമേ ഉള്ളൂ. റൂം എടുക്കുമ്പോൾ വാലി വ്യൂ ഉണ്ട്. MMTയിലോ എവിടെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കുമ്പോൾ അതെ, അത് നോക്കി എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ റൂം തരാം. റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷെ വർത്താണ്. ഓക്കെ, നമ്മുടെ ബെഡ്റൂം, നെക്സ്റ്റ് ബാൽക്കണി,
And washroom area. This is the Alamara. Nice. I like it. Okay, washroom. I like this view actually. ഭംഗിയല്ലേ? ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുളിച്ച് സുന്ദരന്മാരും സുന്ദരികളുമായി ഇവിടെ വന്നേക്കാണ്. സുന്ദര ഹലോ ഗൈസ്, ഞങ്ങളൊരു കാഴ്ച കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ കാണിക്കാമേ. നല്ല രസമുണ്ട്, നല്ല അടിപൊളി ഒരു വ്യൂ. അരെ വാ, see this beauty. Oh my god. മഞ്ഞ് വീഴുന്ന ആ ഒരു സ്ട്രക്ചർ നോക്ക്. കാണുന്നുണ്ടോ ഈ മഞ്ഞ് വീഴുന്നുണ്ടോ? അതേപോലെ ഇവിടെ ഒരു ലേക്കുണ്ട്. ഇവിടെ ഒരു ലേക്കുണ്ട്. ഈ ലേക്കിൽ അതെ ഒരുമാതിരി ഗോൾഡൻ കളർ ഇങ്ങനെ. മൈ ഗോഡ്, നല്ല തണുപ്പുണ്ട്. തണുത്ത കാറ്റ്. ഫുള്ള് ഗോൾഡൻ കളറായില്ലേ? കണ്ട് കണ്ട് കണ്ട്. അടിപൊളി, സൂപ്പർ വ്യൂ. അപ്പോൾ ഈ ഒരു മനോഹരമായ വ്യൂയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇത്ര മനോഹരമായിട്ടൊരു സൺസെറ്റ്, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി പാർട്ട് 2-ൽ ഞങ്ങൾ അടുത്ത ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.